കന്നഡ വ്യാപാര രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എജെ ഒപ്റ്റിക്കൽസ്. എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു. എജെ ഒപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ഓട്ടുപാറ. ഫോൺ നമ്പർ 6282021099. കനത്ത മണ്ണിടിച്ചിലിലും മഴവെള്ളപ്പാച്ചിലിലും വാഴാനി ഡാമിലേക്കുള്ള ഫീഡർ കനാലിന്റെ പല ഭാഗങ്ങളും തകരുകയും വലിയ തോതിൽ മണ്ണിടിയുകയും ചെയ്തു. കാക്കിനിക്കാട് പ്രദേശത്ത് ഫീഡർ കനാൽ ആരംഭിക്കുന്ന ഭാഗത്ത് വലിയ രീതിയിലുള്ള തകർച്ചയാണ് ഉണ്ടായത്. ജൂലൈ 29-ാം തീയതി ഉണ്ടായ അതിശക്തമായ മഴയിലാണ് വാഴാനി മേഖലയിൽ കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തത്. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ പലയിടങ്ങളിലും കനത്ത മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലിന് സമാനമായ മണ്ണിടിച്ചിലും ഉണ്ടായി. മേഖലയിലുണ്ടായ നാശനഷ്ടം സംബന്ധിച്ച് ഇറിഗേഷൻ അധികൃതർ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസം മുമ്പ് ഇറിഗേഷൻ അധികൃതർ നടത്തിയ പരിശോധനയിലാണ് കാക്കിനിക്കാട് ഭാഗത്ത് വാഴാനി ഡാമിലേക്കുള്ള ഫീഡർ കനാലിന്റെ ആരംഭത്തിൽ മണ്ണ് ഒലിച്ചുപോയി തകർന്ന നിലയിൽ കണ്ടെത്തിയത്. ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലാണ് മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ധാരാളം മണ്ണ് വന്നടിയുകയും കനാലിനോട് ചേർന്നുള്ള കുന്നിന്റെ മണ്ണ് മുഴുവൻ തള്ളിപ്പോവുകയും ഇതുവഴി വെള്ളം പുറത്തു പോവുകയും ചെയ്തതായി അധികൃതർ കണ്ടെത്തി. ഫീഡർ കനാലിലും വലിയ തോതിൽ മണ്ണും ഉരുളൻ കല്ലുകളും വന്നടിഞ്ഞിട്ടുണ്ട്. ഇതുവരെയുണ്ടായതിൽ വെച്ച് അതിശക്തമായ മഴയാണ് ജൂലൈ 29-ന് വാഴാനി മേഖലയിൽ രേഖപ്പെടുത്തിയത്. 33 സെന്റിമീറ്ററോളം മഴ രേഖപ്പെടുത്തി. വാഴാനി ഡാമിന്റെ 65 വർഷത്തെ ചരിത്രത്തിലാദ്യമായി 110 സെന്റിമീറ്റർ വീതം 4 ഷട്ടറുകളും ഇത്തവണ ഉയർത്തിയിരുന്നു. 2018-ലെ പ്രളയകാലത്ത് പോലും ഡാമിന്റെ ഷട്ടറുകൾ 60 സെന്റിമീറ്ററാണ് തുറന്നത്. 62.48 മീറ്റർ മാത്രം പരമാവധി ജലനിരപ്പുള്ള വാഴാനി ഡാമിൽ സംഭരണശേഷിക്കും മുകളിൽ വെള്ളം എത്തിയതാണ് ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുവാൻ ഇടയാക്കിയതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. VCV ന്യൂസ്, വാഴാനി.